ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടൊരു പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഞ്ചകർമ്മ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസമാണ് വീട്ടിൽ വെച്ചിട്ട് ചെയ്യട്ടെ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ക്യാമ്പ് നടത്തണം കേട്ടോ. അപ്പോൾ ഡോക്ടർമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പഞ്ചകർമ്മയുടെ വണ്ടിയാണ് അവിടെ വന്ന് നിൽക്കുന്നത്. മരുന്നുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നമ്മുടെ ഈ ഒരു പ്രദേശത്ത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരവരുടെ ബോർഡൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചീട്ടാക്കിയിട്ട് അപ്പുറത്ത് ഡോക്ടറെ കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വരുന്നവരൊക്കെ 2 കുപ്പികളായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. കുറേ പേരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുപ്പിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മരുന്നുകളും ഗുളികകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരു ക്യാമ്പും കൂടെ ഇവിടെ ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അവിടെയാണ് ഡോക്ടർ ഇരിക്കണത്. കുറേ അച്ചമ്മമാരും അച്ചച്ചന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാമ്പ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. 2 മണിക്കൂർ നേരത്തായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാമ്പിന് വന്നിട്ടുണ്ടായിരുന്ന ഡോക്ടേഴ്സൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ നമ്മളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ചധികം ആളുകളൊക്കെ വന്നപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു മേഡത്തിൻ്റെ വക ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഭക്ഷണക്രമ രീതികളും ബാക്കിയുള്ള ജീവിത രീതികളൊക്കെ കുറിച്ചിട്ട് നന്നായി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇടയ്ക്ക് വെച്ച് അവർക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 2-3 പേര് ലാസ്റ്റ് കാണിക്കാൻ വെച്ചിട്ട് ഇരുന്നായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചു, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞങ്ങളുടെ ചെറുതുരുത്തിയിലുള്ള കടൽ എന്നുള്ള ഒരു കടയിലേക്കാണ് ഞങ്ങൾ പോയത്. വെറൈറ്റി മീനുകളൊക്കെ ഇവിടെ നിന്നാണ് ഞങ്ങൾ കാണാറുള്ളത്. അങ്ങനെ മീനൊക്കെ വാങ്ങി ഞങ്ങൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പം നമ്മുടെ നാട്ടിൽ സർക്കസ് വന്നിട്ടുണ്ട്, പഴയകാല സർക്കസ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് ഞാനിതൊക്കെ കണ്ടിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നും രാത്രി പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സർക്കസ് കാണാൻ പോയി. കുറേ ഡാൻസ് ഉണ്ടാവും, പിന്നെ ഒരു സാഹസം ഉണ്ടാവും, പിന്നെ ഹാസ്യ നാടകം ഉണ്ടായിരിക്കും. ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മാത്രമല്ല, ഞങ്ങൾ ഈ ഒരു റോഡ് സൈഡിനാണ്, അവിടെയും ആളുകൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലേല പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ലേല പരിപാടിക്കാണ് അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കേട്ടോ. ലേല പരിപാടി നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ ഓരോ ടീമുകളൊക്കെ ആയിട്ട് തമാശകളിലൂടെ ഓരോ ഡയലോഗൊക്കെ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചേച്ചിമാരും എല്ലാവരും ലേലത്തിന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സർക്കസാണ്. അപ്പോൾ ഞങ്ങളെന്നും പോവാറുണ്ട്. എല്ലാവരും ഈ സീരിയലും എല്ലാം ഒഴിവാക്കിയിട്ട് അവിടെ എത്തിപ്പെടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ആ പണ്ടത്തെ ഒരു കൂട്ടായ്മ കിട്ടുക എന്ന് പറയുമ്പോൾ. അങ്ങനെ ഡാൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും കൂടെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോന്നു.